സ്നേഹിതരെ, ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ഈ ബൈബിൾ പഠനത്തിൻ്റെ ക്ലാസ്സിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലായി ബൈബിളിലെ പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14 അധ്യായങ്ങൾ നമ്മൾ പഠനം പൂർത്തിയാക്കി. 2 ഭാഗങ്ങളിലായി പഠിച്ചു. ആദ്യം നമ്മൾ വചനവ്യാഖ്യാനം കാണുന്നു, അതിനുശേഷം വചന വിചിന്തനം നടത്തുന്നു. ഇപ്രകാരം 14 അധ്യായങ്ങൾ പൂർത്തിയാക്കി ഈ എപ്പിസോഡിൽ നമ്മൾ 15-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം വളരെ പോപ്പുലറാണ്, പ്രസിദ്ധമാണ്, പലർക്കും അറിയാവുന്ന കാര്യമാണ്. മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് യേശുനാഥൻ നൽകുന്ന മനോഹരമായ ബന്ധത്തിൻ്റെ കഥ പറയുന്ന വചനഭാഗമാണ് യോഹന്നാൻ 15-ാം അധ്യായം. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ഈ 15-ാം അധ്യായത്തിന് കൊടുത്തിരുന്ന ടൈറ്റിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ 15-ാം അധ്യായത്തിന് 27 വാക്യങ്ങളേ ഉള്ളൂ കേട്ടോ. കേവലം 27 വാക്യങ്ങൾ മാത്രമുള്ള ഈ വചനഭാഗത്തിൻ്റെ ടൈറ്റിൽ മുന്തിരിച്ചെടിയും ശാഖകളും എന്നതാണ്. മുന്തിരിച്ചെടിയും ശാഖകളും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിനെ അടയാളപ്പെടുത്തുന്ന വചനഭാഗമായിട്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ വചനം പഠിക്കുന്നതിൻ്റെ ഭാഗമായി 15-ാമത്തെ അധ്യായം നമുക്കൊന്ന് വായിച്ചു കേൾക്കേണ്ടതുണ്ട്. ആദ്യ പടിയെന്നോണം സഹോദരങ്ങളെ, ആ വചനം നമുക്കൊന്ന് വായിക്കാനായി ശ്രമിക്കാം. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിൽ എടുക്കുക. ബൈബിളിലെ പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം തുറന്ന് എന്നോടൊപ്പം വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുന്തിരിച്ചെടിയും ശാഖകളും. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്നിൽ ഫലം തരാത്ത എല്ലാ ശാഖകളെയും അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത പോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്തെന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കു നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഒരുവൻ തൻ്റെ സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം
നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ലോകം നിങ്ങളെ വെറുക്കുന്നെങ്കിൽ അതിനു മുമ്പേ അതെന്നെ വെറുത്തു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം അതിന് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം പാലിച്ചെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇവയെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. ഞാൻ വന്ന് അവരോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴികഴിവില്ല. എന്നെ വെറുക്കുന്നവൻ എൻ്റെ പിതാവിനെയും വെറുക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും വെറുക്കുകയും ചെയ്തിരിക്കുന്നു. അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന ആശ്വാസകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷി നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് 15-ാം അധ്യായത്തിൻ്റെ 27 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ വചനങ്ങളുടെ വ്യാഖ്യാനത്തിലേക്കും തുടർന്ന് അതിൻ്റെ വിചിന്തനങ്ങളിലേക്കും നമ്മൾ പ്രവേശിക്കുകയാണ്. മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്ന കാര്യം എന്താണെന്ന് യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണമനുസരിച്ച് നാം മനസ്സിലാക്കുകയാണ്. മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും അന്യാപദേശത്തിലൂടെ ഒരു വ്യക്തിക്ക് മിശിഹായുമായും മിശിഹായിലൂടെ ദൈവവുമായും ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തിക്ക് മിശിഹായുമായും മിശിഹായിലൂടെ ദൈവവുമായും ഉണ്ടായിരിക്കേണ്ട ബന്ധം, ഇതാണ് മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഈ ഉപമയിലൂടെ അന്യോപദേശത്തിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അന്യോപദേശത്തിൻ്റെ അവതരണവും 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ വിശദീകരണവുമാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? 2 ഭാഗങ്ങളിലായിട്ടാണ് മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തെ യോഹന്നാൻ സുവിശേഷകൻ എഴുതിയിരിക്കുന്നത്. അതിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ആദ്യത്തെ 6 വാക്യങ്ങളാണ്. യോഹന്നാൻ 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അന്യോപദേശത്തിൻ്റെ അവതരണമാണ് നടക്കുന്നത്. അത് രംഗത്ത് അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് വിശദീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനം നമ്മൾ ആരംഭിച്ചിട്ട്, അല്ലേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? 3 വർഷങ്ങളായുള്ള ഒരു വചന തീർത്ഥാടനത്തിലാണ് ഞാനും നിങ്ങളും. ഇപ്രകാരമുള്ള വചനയാത്രയോടെ ഞാനും നിങ്ങളും തിരിച്ചറിയുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് അല്പം കൂടെ കൂടുതൽ അടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതാണ് മെഷറിംഗ് റാഡ് എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ മുന്തിരിച്ചെടിയുടെയും മുന്തിരിത്തോട്ടങ്ങളെയും കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പല ആവർത്തി എസെക്കിയേലിൻ്റെ പ്രവചനത്തിലും യേശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിലും ഒക്കെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും മുന്തിരിച്ചെടിയെക്കുറിച്ചും കാട്ടുമുന്തിരിയെക്കുറിച്ചും മുന്തിരിച്ചക്കരെക്കുറിച്ചും മുന്തിരിയിൽ നിന്നും എടുക്കുന്ന വീഞ്ഞിനെക്കുറിച്ചുമൊക്കെ പല ആവർത്തി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവമായ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പാണ് ഇസ്രായേൽ എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. ഇതാണ് അതിൻ്റെ കാരണം. ദൈവവുമായുള്ള യഹോവ ദൈവവുമായുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപമയായിട്ടാണ് ഇസ്രായേലുമായുള്ള
കർത്താവിൻ്റെ മിശിഹായുടെ ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്തിരിത്തോട്ടത്തെയും മുന്തിരിച്ചെടികളെയും പരാമർശിക്കപ്പെട്ടിരുന്നത്. ഇസ്രായേലിൻ്റെ മുന്തിരിച്ചെടിയും മുന്തിരിത്തോട്ടവുമായും ദൈവത്തെ കൃഷിക്കാരനുമായും സങ്കീർത്തനങ്ങളിലും അതുപോലെ തന്നെ പ്രവാചക ഗ്രന്ഥങ്ങളിലും അവതരിപ്പിക്കുന്നുണ്ട്. ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്കായി ചൂണ്ടിക്കാണിക്കാം. സ്ക്രീനിൽ ആ വചനങ്ങൾ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അവയുടെ റെഫറൻസുകൾ ആവശ്യമുള്ളൊരു കുറിച്ച് വെക്കണം കേട്ടോ. മുന്തിരിച്ചെടിയായും ഇസ്രായേലിന് മുന്തിരിച്ചെടിയായും മുന്തിരിത്തോട്ടമായും ദൈവത്തെ കൃഷിക്കാരനുമായി സങ്കീർത്തനങ്ങളിലും അതുപോലെ തന്നെ പ്രവാചക ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വചനങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. സങ്കീർത്തനങ്ങളിൽ 80-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും അതിനുശേഷം പ്രവചന ഗ്രന്ഥമായ യേശയ്യായിൽ 27-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വചനങ്ങളിലും തുടർന്ന് മറ്റൊരു പ്രവാചക ഗ്രന്ഥമായ ജെറമിയ പുസ്തകം 5-ാം അധ്യായം 10-ാം തിരുവചനത്തിലും അതിനുശേഷം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം തിരുവചനത്തിലും ഇസ്രായേലിനെ മുന്തിരിച്ചെടിയായും മുന്തിരിത്തോപ്പായും കൃഷിക്കാരനായ ദൈവത്തെയും അവതരിപ്പിക്കുന്ന വചനഭാഗങ്ങളാണ് സങ്കീർത്തനം, യേശയ്യ, ജെറമിയ, ഹോസിയ എന്നീ പുസ്തകങ്ങളിൽ ബൈബിളിൽ നമ്മൾ കാണുന്നത്. സഹോദരങ്ങളെ, ദൈവജനമായ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹബന്ധത്തെ മുന്തിരിത്തോപ്പിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹഗാനമായി യേശയ്യായുടെ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് സ്നേഹബന്ധത്തെ കുറിക്കുന്ന ഒരു ഉപമയാണ്. മുന്തിരിത്തോപ്പിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിലാപമായി ജെറമിയായുടെ പ്രവചനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമഗ്രന്ഥങ്ങളൊക്കെയും ഇപ്രകാരമുള്ള ചില പരാമർശങ്ങൾ ദൈവവും ഇസ്രായേലുമായി, ദൈവത്തിൻ്റെ ജനവുമായുള്ള ബന്ധത്തെക്കുറിച്ച് കാണിക്കാൻ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇത്തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഈ പശ്ചാത്തലത്തിലാണ് ഈശോയുമായും അതുവഴി ദൈവവുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും അന്യോപദേശം ഈശോ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നൽകപ്പെട്ട ഇപ്രകാരമുള്ള മുന്തിരിച്ചെടിയുടെയും ദൈവപിതാവിൻ്റെയും ബന്ധത്തെ കുറിക്കുന്ന തരത്തിൽ പുതിയ നിയമത്തിൽ യേശു കർത്താവുമായുള്ള ദൈവജനത്തിൻ്റെ ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരാമർശമാണ് മുന്തിരിച്ചെടിയും ശാഖകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് യോഹന്നാൻ 15-ാം അധ്യായത്തിൽ കൃത്യമായും വെളിപ്പെടുത്തുന്നത്. പുതിയ നിയമത്തിന് പഴയ നിയമവുമായുള്ള ഒരു ബന്ധം കാണിക്കാനാണ് പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങളിൽ നിന്നുള്ള പരാമർശങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ. ഇനി നമുക്ക് അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പ്രധാനമായ ഒരു ഘടകത്തിലേക്ക് കടക്കാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്ര ചിന്ത എന്ന് പറയുന്നത് മുന്തിരിച്ചെടിയും ശാഖകളും തമ്മിലുള്ള ബന്ധത്തെ പോലെ ഈശോയുമായുള്ള ഒരു വിശ്വാസിയുടെ സജീവമായ ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഈശോയുമായുള്ള ഒരു വിശ്വാസിയുടെ സജീവമായ ബന്ധത്തെ കുറിക്കുന്ന മനോഹരമായ ഒരു വാക്യമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബൈബിളിൽ ആ വചനം നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ആ വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ക്രീനിലും എഴുതിയിട്ടിട്ടുണ്ട്. അത് വായിക്കാം നമുക്ക്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 15-ന്റെ 2-ാം വാക്യമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ഫലം തരുന്നതിനെയോ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. 2 തരത്തിലുള്ളതാണ് ഈ സ്നേഹബന്ധത്തിലേക്കുള്ള ആഴമെന്ന് പറയുക. ഒന്നാമത്തേത്, ഏതെങ്കിലും ശാഖ ഫലം തരാത്തതായി ഉണ്ടെങ്കിൽ അതിനെ വെട്ടി നീക്കിക്കളയാണ്, മുറിച്ചു മാറ്റിക്കളയാണ്. ഫലം തരാത്തതിനെ മുറിച്ചു മാറ്റുന്നു. ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന് പറയുമ്പോൾ തന്നെ
കാലാകാലങ്ങളായി ഫലം തരാത്തതായി ഏതെങ്കിലും ശാഖകളുണ്ടെങ്കിൽ അവയെ വെട്ടിമുറിച്ചു കളയണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് ഫലം തരുന്നവയെ കൂടുതൽ കായ്ക്കാനായി, കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായി എന്തു ചെയ്യണം? പ്രൂൺ ചെയ്യണം, വെട്ടിയൊരുക്കണം. ഇതൊരു ശിക്ഷണത്തിൻ്റെ പ്രോസസ്സാണ് കേട്ടോ. വെട്ടിമുറിച്ച് കളയുന്നത് ഫലം തരാത്തത് കൊണ്ടാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പറയുക ഫലം തരണമെന്ന, അവൻ പല ആവർത്തി ഫലമുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്നിട്ടും ഫലം കൊടുക്കാത്തതായി മാറുമ്പോൾ ഒരുപക്ഷെ നമ്മളെ വെട്ടിമുറിച്ച് കളഞ്ഞു എന്ന് വന്നേക്കാം. വേദനയാണ്, എന്നാലും മുറിച്ചു മാറ്റപ്പെട്ടേ പറ്റൂ. ഫലം തരുന്നവയെ കൂടുതൽ കായ്ക്കാനായി വെട്ടി ഒരുക്കണം. പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, വേദനകളിലൂടെ, രക്തച്ചൊരിച്ചിലൂടെ കടന്നു പോകുന്നുണ്ട്. വെട്ടിയൊരുക്കലുകൾ ശിക്ഷണത്തിലൂടെ മെച്ചപ്പെട്ട ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ്. ഈശോയിലുള്ള വിശ്വാസവും ഈശോയോടുള്ള പ്രതിബദ്ധതയും സജീവമായിരിക്കണം, അഥവാ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുക, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് പറയുന്നത് പോലെ സജീവമായ ഒരു ബന്ധം സ്ഥാപിച്ച് ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടി ദൈവം നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓർത്തിരിക്കുക, ജീവിതമില്ലാത്ത വാക്കുകൾ പൊള്ളയാണ്. ജീവിക്കണം. വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ സാമ്യം ഉണ്ടാകണം. ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ജീവിതം ഇതിനോട് ചേർന്ന് പോകുന്നതല്ല എങ്കിൽ ഡ്യൂപ്ലിസിറ്റിയാണ്. ആരും കേൾക്കാനുണ്ടാകുകയില്ല. എന്നെ അറിയുന്നവർ പറയും, ആ അച്ഛൻ പറയുന്നത് പൊള്ളത്തരമാണ്, അദ്ദേഹം ജീവിച്ചിട്ടല്ല പറയുന്നത് എന്ന് നമ്മളെ കുറ്റപ്പെടുത്തും. ജീവിച്ചിട്ട് പറയണം. അപ്പോഴാണ് എൻ്റെ ജീവിതം ഒരു സന്ദേശമായി മാറുന്നത്. എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അരക്കിട്ടുറപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണം. അത് വിശ്വാസമില്ലായ്മയ്ക്ക് തുല്യമാണ് ജീവിക്കാതെയുള്ള പുറംപൂച്ചുകൾ. അതുകൊണ്ട് തന്നെയും വിശ്വാസമുണ്ടെങ്കിൽ അതിന് അനുസൃതമായ പ്രവൃത്തികളും നമ്മിൽ നിന്നുണ്ടാകേണ്ടിയിരിക്കുന്നു. ഈശോ മിശിഹായിലുള്ള വിശ്വാസവും അതിനനുസൃതമായ പ്രവൃത്തികളുമാണ് നമ്മെ മിശിഹായുടെ സജീവ ശാഖകളാക്കി നിലനിർത്തുന്നത് എന്ന് തിരിച്ചറിയുക. ഇവിടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് വചനാധിഷ്ഠിതമായ ജീവിതത്തിൽ നിന്നുളവാകുന്ന പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇപ്രകാരം പറയുക, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ, വചനം പറയാണ്, നിങ്ങൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കും. വിശ്വാസത്തിലുള്ള സഹവർത്തിത്വമാണ് ഫലം പുറപ്പെടുവിക്കുവാൻ ആവശ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്രകാരം ജീവിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് ഗുണകരമായി ജീവിക്കുന്ന വ്യക്തികളായിത്തീരുക. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന ജീവിതമാണ് മുന്തിരിച്ചെടിയുടെ ഫലം പുറപ്പെടുവിക്കുന്ന ശാഖയായി വർത്തിക്കുന്നു എന്നതിൻ്റെ അടയാളം. അതുകൊണ്ട് ഈശോയോടുള്ള സജീവമായ ബന്ധത്തിൻ്റെ അടയാളമായി പ്രത്യേകം ഈ ഉപമയിൽ എടുത്തു പറയുന്നത് ഈശോയുടെ പുതിയ കൽപ്പനയുടെ അനുസരണമാണ്. ഈശോ ഒരു പുതിയ കൽപ്പന തരുന്നുണ്ട് കേട്ടോ, സ്നേഹത്തിൻ്റെ കൽപ്പന. ആ കൽപ്പന എന്താണെന്ന് നമ്മൾ വായിച്ചു കേട്ട യോഹന്നാൻ 15-ന്റെ 12-ാമത്തെ വാക്യത്തിലുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടിട്ടുമുണ്ട്, കാണാം നിങ്ങൾക്ക്. 15-ാം അധ്യായം 12-ാം തിരുവചനം, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതാണ് പുതിയ കൽപ്പന. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ ദൈവസ്നേഹത്തോടെ ചുവട് പിടിച്ചുകൊണ്ട് പരസ്നേഹമുള്ളവരായി മാറുക. അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് 17-ാമത്തെ വാക്യവും നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. 17-ാമത്തെ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഇതാണ് ഈശോ ആത്യന്തികമായി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം. എന്താണ്? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകിയ പുതിയ കൽപ്പന എന്ന് പറയുക,
അവൻ നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും സ്നേഹിക്കണമെന്ന അവൻ മാതൃക തന്നിട്ടുണ്ട് നമുക്ക്. രക്തം ചിന്തി ജീവൻ ബലി കൊടുത്തുകൊണ്ടാണ് അവൻ തൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചത്. നമുക്കുള്ള മാതൃക എന്ന് പറയുക അവൻ സ്നേഹിച്ചതുപോലെ നമ്മളും സ്നേഹിക്കണമെന്നതാണ്. അതുകൊണ്ടാണ് അവന് പറയാനുള്ള ധൈര്യമുള്ളത്, ചങ്കുറപ്പുള്ളത്, പരസ്പരം സ്നേഹിക്കുവിനെന്ന്. ഞാനും നിങ്ങളും സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. മുന്തിരിച്ചെടിയാകുന്ന ഈശോയോട് സജീവ ബന്ധം പുലർത്തി ഒട്ടി നിൽക്കുന്ന ശാഖകളായി വർത്തിച്ചെങ്കിലേ ഈശോയുടെ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കുന്നവരായി വർത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവനോട് ഒട്ടി നിൽക്കുക, ആ ബന്ധത്തിൽ സജീവമായി നിലനിൽക്കുക. ഈശോയെ പോലെ സ്നേഹിക്കണമെങ്കിൽ ഈശോയുടെ ജീവചൈതന്യം അഥവാ അരൂപി ശിഷ്യരെ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മ ശക്തിയിലാണ് ഞാനും നിങ്ങളും അവനെ സ്നേഹിക്കേണ്ടത്, പരസ്പരം സ്നേഹിക്കേണ്ടത്. അല്ലെങ്കിൽ അവരിലുള്ള സ്വാർത്ഥപരവും മാനുഷികവുമായ പ്രവണതകളെ അതിജീവിച്ച് പരസ്പരം സ്നേഹിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്നും ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈശോയുടെ ചൈതന്യത്താൽ പരിപോഷിപ്പിക്കപ്പെട്ടും ശക്തി പ്രാപിച്ചും പരസ്പരം സ്നേഹിക്കുമ്പോൾ അരൂപിയുടെ ഫലങ്ങളാകുന്ന സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങിയവ ശിഷ്യന്മാർക്ക് അനുഭവവേദ്യമാകും. 3 തരത്തിലുള്ള അരൂപിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. സ്നേഹം, സന്തോഷം, സമാധാനം. നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരാണ്. നിങ്ങളിൽ സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മ ജീവിതം നയിക്കുന്നവരാണ്. നിങ്ങൾക്ക് സമാധാനമുണ്ടാവുകയും ആ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയിൽ ജീവിക്കുന്നവരാണെന്ന് പറയാൻ പറ്റും. അവർ മുന്തിരിച്ചെടിയാകുന്ന മിശിഹായുടെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സജീവ ശാഖകളായി വളരുകയും ചെയ്യും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു വളർച്ചയാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ശാഖകളായി വർത്തിക്കുമ്പോൾ കൃഷിക്കാരനായ പിതാവിൻ്റെ വെട്ടിയൊരുക്കൽ നടക്കും. ആവശ്യമാട്ടോ, കൂടുതൽ കായ്ക്കാനായിട്ട് വെട്ടിയൊരുക്കുന്നു. ശിക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ പാകപ്പെടുന്നത്. അതുകൊണ്ട് ശിക്ഷണം ലഭിക്കാതെ, ശിക്ഷകൾ കിട്ടാതെ വളർന്നു വരുന്ന ഒരു തലമുറ പലപ്പോഴും തൊട്ടാവാടികളായിത്തീരുന്നുണ്ട്. അവർക്ക് പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ള ഒരു പ്രശ്നം മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. ഈശോ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സ്നേഹത്തിന് വിഘാതമായി നിൽക്കുന്ന സ്വന്തമായ ദുഃഖങ്ങളും സൗകര്യങ്ങളും താല്പര്യങ്ങളും ഒരുപക്ഷെ ത്യജിക്കേണ്ടതായി വന്നേക്കാം. അവ ത്യജിക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുമ്പോഴാണ് ഈ വെട്ടിയൊരുക്കൽ പൂർണ്ണമാകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരീ സഹോദരന്മാരെ, വചനത്തിലൂടെയുള്ള വെട്ടിയൊരുക്കലിനെ കുറിച്ചാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈശോ പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. ശുദ്ധിയുള്ളവരാകുക എന്നുള്ളതാണ് ദൈവത്തിങ്കിലേക്കുള്ള വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുക, ശുദ്ധത. സഹോദരങ്ങളെ, എന്നിട്ട് പിതാവായ ദൈവം ഈശോയുടെ വചനത്തിലൂടെയാണ് ശിഷ്യരെ വെട്ടിയൊരുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റട്ടെ. വചനത്തിലൂടെ നമ്മളെ വെട്ടിയൊരുക്കാൻ അവൻ ആഗ്രഹിക്കുകയാണ്. വെട്ടിയൊരുക്കൽ വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരിക്കലിൻ്റെ പ്രോസസ്സാണ് വെട്ടിയൊരുക്കൽ എന്ന് പറയുക. അതുകൊണ്ട് തന്നെയും ശിഷ്യർ വചനത്താൽ വെട്ടിയൊരുക്കപ്പെടണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് എപ്രകാരമാണ് വചനം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്ന്. വചനം പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ദിശാസൂചിയാണ്, വെട്ടിയൊരുക്കലാണ്, ശുദ്ധീകരിക്കാനുള്ളവയാണ്. അതുകൊണ്ട് വചനം സ്വീകരിച്ച് നിരന്തരം ആ വചനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവഹിതം അനുവർത്തിക്കുന്നവരായിത്തീരുന്നു എന്നാണ് അർത്ഥം.
ദൈവത്തിൻ്റെ ഹിതമാണല്ലോ തൻ്റെ വചനത്തിലൂടെ ദൈവം അറിയിക്കുന്നത്. അങ്ങനെ ദൈവഹിതം സ്വീകരിച്ചുകൊണ്ട് അനുദിനം ജീവിക്കുന്ന ജീവിതമാണ് വചനാധിഷ്ഠിതമായ ജീവിതം. സഹോദരങ്ങളെ, വചനാധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുമെന്ന് തിരുവചനങ്ങളൊക്കെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരാകുമ്പോൾ ഈ ദൈവികമായ കൃപാവരങ്ങൾ വചനം വെട്ടിയൊരുക്കി എന്നെയും നിങ്ങളെയും വചനാനുസരണം ജീവിക്കുന്നവരാക്കി മാറ്റും. അതുകൊണ്ടാണ് വചനം വായിക്കണം, അത് നിത്യം വായിക്കണമെന്ന് പറയാനുള്ള കാരണം. ദൈവത്തിൻ്റെ വചനം അനുദിനം വായിക്കുന്നവരാകുമ്പോൾ അതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു. വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. സഹോദരങ്ങളെ, ഇത് രണ്ട് തരത്തിലും ഉള്ള ബന്ധമാണ്. എനിക്ക് ദൈവത്തോടുള്ള ബന്ധമാണ് എൻ്റെ പ്രാർത്ഥനയിലൂടെ ഞാൻ അവനോട് സംസാരിക്കുന്നു. ഞാൻ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് തരത്തിലുമുള്ള ബന്ധങ്ങളിൽ ആഴപ്പെടാനും മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരാനും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി.